അവർ ബൈബിൾ എടുത്ത് ആറ്റിക്കൊണ്ടുപോയി ഒഴുക്കി വീട്ടുകാർ വന്നു, നിങ്ങളെ വിടത്തില്ല, ഒന്നെങ്കിൽ ഫണ്ട് തരാം, എവിടെ വേണേലും പോക്കോ, അല്ലാതെ ഇത് സമ്മതിക്കത്തില്ല. ഞങ്ങൾ അങ്ങനെ അവർ നിർബന്ധിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഒരു ദിവസം ആലയത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വീട്ടിലിട്ട് പൂട്ടി സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ നിർബന്ധിച്ച് കൊണ്ടുപോയി അവസാനം കൊല്ലും എന്നുള്ള ഭീഷണി വന്നപ്പോൾ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഭയമായി മാറി. അങ്ങനെ 2003 സെപ്റ്റംബർ മാസം 24-ാം തീയതി 3 കുഞ്ഞുങ്ങളെ എടുത്ത് കിട്ടിയ ഡ്രസ്സ് എല്ലാം കൂടെ രാത്രി പാക്ക് ചെയ്ത് അന്ന് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുക. ഏറ്റുമാനൂരുള്ള ഞങ്ങളുടെ സ്വന്തം ഭവനത്തിൽ നിന്ന്, ഏറ്റുമാനൂരുള്ള സ്വന്തം ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ 25 സെന്റ് സ്ഥലവും വലിയ വീടും അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങുക. എങ്ങനെ ഇറങ്ങിയെന്ന് ഞങ്ങൾക്ക് യാതൊരു പിടുത്തവുമില്ല. പക്ഷേ ഞങ്ങളുടെ അകത്ത് ജീവിക്കുന്നവൻ പുറത്തുള്ളവനെക്കാട്ടിലും വലിയവനെന്നുള്ളൊരു ബോധ്യം അകത്ത് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞാൽ പടകിട്ടിട്ട് അല്ലെങ്കിൽ പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ പോയെങ്കിൽ, മത്തായി അന്നേരം കടകൂട്ടി ഇറങ്ങി പോയെങ്കിൽ, ഹല്ലേലൂയ ദൈവമക്കളെ, എൻ്റെ യേശു ഒരുവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ തനിക്കുള്ളത് നോക്കത്തില്ല. ഹല്ലേലൂയ, തൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് മാത്രമേ കാണത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ബോംബെ ചെന്നപ്പോൾ തന്നെ ഒരു ദേവദാസൻ ഞങ്ങൾ പരിചയമുള്ള വിളിച്ചു. അദ്ദേഹം ഒരാളെ വിട്ടു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഞങ്ങളെ 1 റൂം ഹോളിൽ 5 പേരും ആ ഹോളിൽ ഇങ്ങനെ ഷീറ്റ് വിരിച്ച് താഴെ കിടക്കുക. അത് പറഞ്ഞത് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ഭയമായി മാറി. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, കരയാൻ തുടങ്ങി. ഇന്നിങ്ങനെ ധൈര്യത്തിലൊക്കെ ഇരിക്കുന്നെങ്കിലും ഹല്ലേലൂയ വളരെ സെൻസിറ്റീവാ, പെട്ടെന്ന് കരയാൻ തുടങ്ങി. തിരിച്ചെനിക്ക് വീട്ടിൽ പോണേ. ഞാൻ പറഞ്ഞു, വന്നു ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിൽ വന്നു ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഒരു പ്യൂപ്പ പച്ചിലപ്പുഴ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഹല്ലേലൂയ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ബട്ടർഫ്ലൈ ആയി മാറും അല്ലേ? അത് പിന്നെ പറക്കാൻ തുടങ്ങും. പിന്നെ അത് എത്ര വിചാരിച്ചാലും തിരിച്ച് പഴയതിലേക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നീ വീണ്ടും ക്ഷണിച്ചു കഴിഞ്ഞു, പുതു സൃഷ്ടിയായി മാറി. ഇനി തിരിച്ച് പഴയതിലേക്ക് പോകാൻ പറ്റത്തില്ല. പഴയത് നിന്നെ എത്ര മാടി വിളിച്ചാലും അവിടെ ചെന്നാൽ അസ്വസ്ഥതയായിരിക്കും. ആമേൻ. അവിടെ ചെന്നാൽ ഞെരുക്കങ്ങളായിരിക്കും. എങ്കിൽ ദൈവമക്കളെ, അവിടുന്ന് കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവിടുന്നാണ് ബിസിനസ്സുള്ള വഴികൾ തുറന്നു, എല്ലാം തുറന്നു. 2007 സെമിനാറിൽ എൻ്റെ കർത്താവ് സംസാരിക്കുകയാണ്. അതായത് ഇതുപോലെ തകർന്ന അനേകർ ഈ പട്ടണത്തിലുണ്ട്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദൈവമക്കളെ, ഞാനതിനെ ഡിനൈ ചെയ്തു. 2008 ഹല്ലേലൂയ ദൈസർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥ, അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴത്തേന് എൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്ന് നിൽക്കുക. എങ്കിൽ അന്ന് രാത്രി ആ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് വല്ലാത്ത ഭാരം തോന്നി. കാരണം ഹസ്ബൻഡ്, വൈഫ്, ഒരു കൊച്ചുകുഞ്ഞ്. ഹസ്ബൻഡ് ഹാർട്ട് പ്രോബ്ലം വന്ന വ്യക്തി, വൈഫ് ആണെങ്കിൽ കയ്യിൽ വെള്ളം തൊടാൻ പറ്റത്തില്ല. ആ കൊച്ചുകുഞ്ഞ് അവരുടെ ടീപ്പോയുടെ അടിയിൽ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്. ആ ഭവനത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാ, നോക്ക്, മെഡിസിൻ അവരുടെ ഇരിക്കുന്നു, എങ്ങനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് അവർക്കറിയത്തില്ല. ഞാനൊന്നും പറയാതെ തിരിച്ചു വന്ന് പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഇവരെക്കുറിച്ചുള്ള ചിന്ത വന്നിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമായി. ഞാനങ്ങ് കരയുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത്. കണ്ണ് തുറന്നാൽ എനിക്ക് കാണത്തില്ല, പക്ഷെ കണ്ണടച്ച് നിങ്ങളത് കർത്താവെന്ന് എനിക്ക് മനസ്സിലായത്. കർത്താവ് ആ വ്യക്തി എന്നോട് പറയാ, നീ എൻ്റെ ഉള്ളം കയ്യിലിരിക്കുക, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഞാൻ ചെയ്തു തരും. നിന്റെ കൈയാൽ രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. ലോക രാജ്യങ്ങൾ ഞാൻ നിന്നെ അയക്കും, ലക്ഷങ്ങളുടെ മുമ്പിൽ ഞാൻ നിന്നെ നിർത്തും. അന്നത്തെ ആ എൻകൗണ്ടർ ആണ് ദൈവമക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാര്യം. ഇന്ന് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ ഒരൊറ്റ വരി പ്രാർത്ഥിക്കുക, ലോർഡ് ദേ നീഡ് ആൻ എൻകൗണ്ടർ വിത്ത് യു. നീയുമായിട്ടൊരു എൻകൗണ്ടർ, ഒരു മുഖാമുഖ സന്ധിക്കൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരുവൻ മുഖാമുഖം കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് പഴയതുപോലെ ആകാൻ പറ്റത്തില്ല. അവൻ പുതു സൃഷ്ടിയായി മാറി. ഒരുവൻ കസ്തൂലായാലും പുതു സൃഷ്ടിയായി. പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. പഴയ ചിന്താഗതി, പഴയ ജഡം എല്ലാം തീർന്നുപോയി, എല്ലാം കഴിഞ്ഞു. ഇനിയും ഞാൻ തിരിച്ചറിയണം ഞാൻ പുതിയതായെന്ന്. ഹല്ലേലൂയ. ഇനി നമ്മൾ തിരിച്ചറിയണം നമ്മൾ പുതിയ സൃഷ്ടിയായി മാറി. കണ്ണാടി പോയി നിൽക്കുമ്പോൾ നമ്മൾ പഴയ രൂപമൊക്കെയാണ്, പക്ഷേ നമ്മുടെ അകത്തെന്തോ ഒരു ചലിക്കുന്ന ഒരു ചലനം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവമക്കളെ, അങ്ങനെയാണ് സിവിന പറഞ്ഞതുപോലെ ബോംബെയിൽ 3 ചർച്ച് പ്ലാൻ ചെയ്തു. 400 പേരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ഹല്ലേലൂയ. 2015 വരെ ആ പട്ടണത്തിൽ തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക് ആ പട്ടണത്തിൽ കർത്താവ് ഞങ്ങളെ ഓടിച്ചു. അവസാനം 2016 ആരംഭത്തിൽ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, ഈ 3 ചർച്ചും പേരന്റ് ചർച്ചിനോട് ഏൽപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവസന്നിധിയിൽ ഇരുന്നു 3 മാസം കഴിഞ്ഞ് കർത്താവ് അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. അവിടുന്ന് കർത്താവ് ലോകത്തിലേക്ക് അയച്ചു. വൽസാഡ്, വാപ്പി, ഗുജറാത്ത്, അങ്ങനെ ഹിമാചൽ പ്രദേശ്, പത്താൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ ചൈനയുടെ
ബോർഡറിൽ അരുണാചൽ പ്രദേശിൽ മിഡിൽ ഈസ്റ്റ് ഫുള്ള് കർത്താവ് തന്റെ വചനമായിട്ട് അയച്ചു. ഹല്ലേലൂയ. ബെന്നിഹിൻ ബോംബെ വരുമ്പോൾ 1000 പേരുടെ കൊയറിൽ 999 പേരെയും അവർ ഇംഗ്ലീഷ് പാട്ട്